ഓക്കെ, ഹലോ ഗായ്സ്, ഞങ്ങളുടെ പുതിയൊരു റിവ്യൂ ചാനലാണ്. റിവ്യൂ ചാനലൊന്നും വേണ്ടല്ലേ, ഞങ്ങളുടെ പുതിയൊരു ചാനലാണ്. ഇതിൻ്റെ അകത്ത് എല്ലാത്തിനെ പറ്റിയും ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ ടോപ്പിക്കായിട്ട് വന്നിരിക്കുന്നത് നമ്മൾ തലവൻ എന്ന സിനിമയുടെ റിവ്യൂവിനെ പറ്റി. തലവൻ എന്ന സിനിമ റിവ്യൂ അല്ല, ഞങ്ങളുടെ അഭിപ്രായം പറയാനാണ് വന്നിരിക്കുന്നത്. എടാ, അതിൻ്റെ അകത്തൊന്നും ചെയ്യണ്ട, ഇവിടെ എല്ലാം റെക്കോർഡിങ്. സിനിമ ക്യാമറയുടെ പുറകിലും ഒരാൾ ഇരിപ്പുണ്ട്, ഇവിടെയൊക്കെ ഒരാൾ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ഒരു ഇതാണ്, എങ്ങനെ ആകുമെന്ന് അറിയാൻ മേല. അപ്പോൾ എൻ്റെ പേര് അനന്തു, എൻ്റെ കൂടെ ഇരിക്കുന്ന ആൾ എൻ്റെ ഫ്രണ്ടാണ് ശ്രീജിത്ത്. അപ്പോൾ തലവൻ എന്ന് പറയുന്ന സിനിമ, അതിനെപ്പറ്റി ഒരു സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഞങ്ങളുടെ അഭിപ്രായങ്ങൾ, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ശരിക്കും തലവൻ എന്ന് പറയുന്ന സിനിമ ആരുടെയാണെന്ന് നിനക്കറിയാവോ? ജിസ് ജോയ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഫീൽ ഗുഡ് മൂവീസിന്റെ ഡയറക്ടറിനെയാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് അത് ഏതൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സൺഡേ ഹോളിഡേ, പിന്നെ മറ്റേ ഉണ്ടല്ലോടാ, മറ്റേ ആസിഫ് അലിയുടെ തന്നെ വേറൊരെണ്ണം, വിജയ് സൂപ്പർ പൗർണമി. ആ നല്ല പടം, അത് രണ്ടെണ്ണം നല്ല പടമായിരുന്നു. അപ്പോൾ അതൊക്കെ പുള്ളിയുടെ നല്ലൊരു എന്താ ഫീൽ ഗുഡ് മൂവീസ് ആയിരുന്നു. അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ഒരു ത്രില്ലർ പടം എടുക്കുമ്പോൾ നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു കേട്ടോ. പക്ഷെ നല്ലൊരു ത്രില്ലർ പടമാണ്, പൈസകൾ തീർച്ചയാറാണ് അങ്ങനെ ആദ്യത്തെ പടമായിരുന്നു. അപ്പോൾ സിനിമയുടെ തുടക്കം തന്നെ നമുക്കറിയാം, രണ്ട് മെയിൻ ആർട്ടിസ്റ്റാണ് ഇതിൻ്റെ അകത്തുള്ളത്, ബിജു മേനോനും ആസിഫ് അലിയും. ഇപ്പോൾ രണ്ടുപേരും നല്ല രീതിയിലുള്ള, ഇതിനു മുമ്പ് ആസിഫ് അലി ഏതാ പോലീസ് വേഷം ഇപ്പോൾ ആസിഫ് അലി അടുത്തടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, കൂമൻ എന്ന് പറയുന്ന സിനിമ നല്ല രീതിയിൽ നമ്മുടെ ജിത്തു ജോസഫിന്റെ കൂമൻ എന്ന് പറയുന്ന പടം വളരെ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതിനുശേഷം കുറ്റവും ശിക്ഷയും അതിൻ്റെ അകത്തും ബിജു ആസിഫ് അലി കട്ട് ചെയ്യണം. അതിനുശേഷം കുറ്റവും ശിക്ഷ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ആസിഫ് അലി അതിനുശേഷം കുറ്റവും ശിക്ഷ എന്ന് പറയുന്ന സിനിമയ്ക്കകത്തും ആസിഫ് അലിയുടെ പോലീസ് വേഷമാണ് കാണുന്നത്. ഓക്കെ. അപ്പോൾ അതിനുശേഷം പിന്നെ ഇപ്പോഴാണ് ഇപ്പം നമ്മുടെ ആസിഫ് അലിയുടെ അടുത്ത പോലീസ് വേഷം. പക്ഷെ ബിജു മേനോ എനിക്കാണ് അയ്യപ്പനും കോശിയും അതിനുശേഷം നല്ല രീതിയിലുള്ള ആ ഒരു ബിൽഡപ്പ് ഉള്ള ഒരു ക്യാരക്ടറായിട്ട് തന്നെ ഇല്ലാത്ത അല്ലേ, അയ്യപ്പനും കോശിക്കാതെ പോലെ നല്ലൊരു ക്യാരക്ടറായിട്ട് തന്നെ വന്നിരിക്കുന്നത്. അതെ. പിന്നെ ഇതിനകത്ത് ആരാ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് അറിയോ? നമ്മുടെ ദിലീഷ് പോത്തൻ നല്ലതാണ്. പിന്നെ നമ്മുടെ കോട്ടയം നസീർ റോഷാർക്കിനകത്ത് കേട്ടോടാ, റോഷാർക്കിനകത്ത് ശേഷം അതിനുശേഷം ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ അഭിനയിച്ചിരിക്കുന്നത്. റോള് നല്ലായിരുന്നു. അനുശ്രീ കുറച്ച് റോള് ഉള്ളെങ്കിലും കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ ചെയ്തു. പക്ഷെ ഒരുമാതിരി നമുക്ക് എന്താ പറയാ, നമ്മുടെ സമൂഹത്തിൽ കാണുന്ന രീതിയിൽ അടുത്തിടപെടുന്ന പോലെ ഒരു സിനിമ പോലെ നമുക്ക് ഫീൽ ചെയ്തു. കാരണം കുറച്ച് സിനിമ കാണുന്ന പ്രേക്ഷകർ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഒന്നുമല്ല സിനിമ പോകുന്നത്. നല്ല രീതിയിൽ തന്നെ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷയില്ലാതെ പോയ സിനിമ ആയതുകൊണ്ട് തന്നെ ഒരുപാട് എൻജോയ് ചെയ്യാൻ സാധിച്ചു. വളരെ നല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു നന്നായിട്ട്. ഇപ്പൊ ഇറങ്ങിയ സിനിമയെ വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നമുക്ക് ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ പടം തന്നെയാണ് കേട്ടോ ഇത്. കാരണം ഗുരുവായൂരമ്പലടയിൽ നമ്മളതിന് കുറ്റം പറയണല്ല, എന്നാലും നമുക്ക് അതിന്റെ വേണ്ട രീതിയിൽ കിട്ടിയില്ല. നിനക്ക് ഇഷ്ടപ്പെട്ടു കാണും? ജോമോൻ മാത്രം എനിക്ക് അത്ര പിടിച്ചില്ല. പിന്നെ നമ്മള് ടർബോയെ പറ്റി പറയാനാണെങ്കിൽ അതും എന്തായാലും കാണാം, കുറച്ച് കണ്ടിരിക്കാം. കുറച്ച് അടി വെടി പോകാം, നമുക്ക് അറിയാതെ വൈശാഖിന്റെ സിനിമയാണ്, അങ്ങനെയുള്ള കുറച്ച് അടി വെടി പോകാം, അതൊക്കെ ഉള്ളൂ. ഇത് പക്ഷേ ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ പടം കേട്ടോ. നമ്മളപ്പോൾ പറയണത് നമ്മുടെ കാണുന്ന പ്രേക്ഷകർക്ക് അറിയേണ്ട കാര്യം, ഫാമിലിയായിട്ട് കാണാവോ? ഒരു കാമുകനും കൂടെ ഒരുമിച്ച് ഇരുന്ന് കാണാവോ? അവർക്ക് കാണാം. എല്ലാ പടവും കാണാട്ടെ. ഞാൻ പറഞ്ഞ ഇപ്പൊ നമ്മളിപ്പോ ചില പടങ്ങൾ കാണത്തില്ലേ, എല്ലാത്തരം അനുരാഗ് കരിക്കുംവെള്ളം ആസിഫ് അലിയുടെ പടം, അനുരാഗ് കരിക്കുംവെള്ളം ആസിഫ് അലിയുടെ സിനിമയാണ്. അതിപ്പോ ഫാമിലി ആയിട്ട് കാണേക്കാളും കൂടുതൽ ഒരു കാമുകനും കൂടെ പോകുമ്പോഴാണ് അതിന്റെ ഫീലിങ്സ് കിട്ടുന്നത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഈ കാണുന്നവർക്ക് ത്രില്ലർ പടം കാണേണ്ടത് ഇത് ഫാമിലി കാണാം, കൂട്ടുകാരായിട്ട് പോവാം. ഓളിത്തരമൊന്നും അടിക്കാൻ നമുക്ക് തോന്നത്തില്ല, കാരണം നമ്മൾ അതിനകത്ത് മുഴുകിയിരുന്നു പോകും. പിന്നെ എല്ലാത്തരം ആൾക്കാരും ഇഷ്ടപ്പെടുന്ന പടമാണ്. അതുകൊണ്ട് ഇപ്പൊ ഇറങ്ങി വെച്ച ഏറ്റവും ബെസ്റ്റ് പടം ഞങ്ങൾക്ക് തലവൻ തന്നെയാണ്. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. അപ്പോ അടുത്ത ആഴ്ച വീണ്ടും കാണാം. അങ്ങനെയൊന്നും അടുത്ത സിനിമ ഇറങ്ങി അതിന് പോയാൽ ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾ സിനിമ പോയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒന്ന് പറയും. സിനിമയെ പറ്റി മാത്രമല്ല ഞങ്ങൾ ഇതിന് പറയാൻ പോകുന്നത്, ഞങ്ങൾ പൊതുവെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചർച്ച ചെയ്യാൻ വിചാരിക്കുന്നു. അതെ, ഞങ്ങളുടെ കൂടെ രണ്ടുപേരും കൂടെ ഉണ്ട്. അവർ മുഖം കാണിക്കാൻ താല്പര്യപ്പെടുന്നില്ല, പക്ഷെ നിങ്ങളുടെ വിളിച്ചാ വരാം. ചിലപ്പോൾ ഇത് നല്ല രീതിയിലൊക്കെ ക്ലിക്ക് ആവുകയാണെങ്കിൽ അവരും കൂടെ ക്യാമറയുടെ മുന്നിലേക്ക് വരും. ഓക്കെ. അപ്പൊ തലവനെ പറ്റിയുള്ള അഭിപ്രായം ഞങ്ങളുടെ കഴിഞ്ഞു. ഇഷ്ടപ്പെട്ടവര് പോയി കാണുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ.